ക്ലാസ് എന്നുള്ളൊരു രീതി ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എൻ്റെ ഇടയിൽ പറഞ്ഞ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ. പക്ഷേ ഇപ്പം ഒരു ട്യൂഷൻ അല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് റൺ ചെയ്യണത്. അപ്പം അതെന്തോ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു ദിവസം പനിയായിട്ട് സ്കൂൾ ലീവായിട്ട് എൻ്റെ വീട്ടിലൊന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. 2 തോണിയിൽ കാലിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഹാർഡ് ചോയ്സാണ്. ഇവിടെ വന്നപ്പം പറയാ പിള്ളേരോട് ചോദിക്കണം. ഉപ്പാൻ്റെ വഴിയെ എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഉപ്പ തുടങ്ങിയ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് അതും ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം, അപ്പം അതും ബഹ്റൈനിൽ റിഫ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു എഡ് ടെക് അല്ലെങ്കിൽ ലേണിഫൈ അക്കാദമി, അതിൻ്റെ പേര് ലേണിഫൈ അക്കാദമി എന്നാണ്. അത് നമ്മൾ ഷെരീഫ് മാഷ് ആണ് അതൊരു സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സഹോദരൻ ജെയ്സലാണ് ഇപ്പം അത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ലേണിഫൈ അക്കാദമിയുടെ ജേണി എന്ന് നമ്മളോട് ഷെയർ ചെയ്യാൻ ലീഡേഴ്സ് ലോഞ്ചിൽ എത്തിയിട്ടുള്ളത് സഹോദരൻ ജെയ്സൽ ഷെരീഫാണ്. വെൽക്കം ജെയ്സൽ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ ലേണിഫൈ അക്കാദമി. ലേണിഫൈ അക്കാദമി എന്ന് പറയുമ്പോൾ എന്തൊക്കെ സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ പിന്നെ ഈ സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ട്യൂഷനിലാണ്. പിന്നെ അല്ലാതെ അഡ്മിഷൻ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റ് അവർ ഈ എഡ്യൂക്കേഷൻ ഫീൽഡ് അവർക്ക് എന്തെല്ലാം ഹെൽപ്പ് വേണോ അതിൻ്റെ എല്ലാ. ബഹ്റൈനിൽ ഇപ്പം നിങ്ങളൊരു ട്യൂഷൻ എന്നുള്ള രീതിയിൽ അതൊരു പ്രൊഫഷണലായിട്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണ്? എന്തുകൊണ്ട് അങ്ങനെ? പിന്നെ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫാദർ ഓൾറെഡി ഇവിടെ ട്യൂഷൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്യൂഷനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹോം ട്യൂഷനായിട്ട് ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ കസിനും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇതിനൊരു സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ പോലെ സ്റ്റുഡൻസ് അല്ല. നമ്മളിവിടെ അഡ്മിഷൻ വരുന്നത് ഏപ്രിലാണല്ലോ. ഏപ്രിൽ, മെയ്, ജൂൺ. ആ ജൂൺ കഴിഞ്ഞിട്ട് പിന്നെ ജൂലൈ, ആഗസ്റ്റ് വെക്കേഷനാണ്. അപ്പോൾ ഈ 2 മാസം കഴിയുമ്പോൾ ഈ 3 മാസം പഠിപ്പിച്ച ഒരു കാര്യം പിള്ളേർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അത് മൊത്തം എന്താവും, അവരെ കയ്യിൽ നിന്ന് പോകും. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം അവർ നാട്ടിലേക്ക് പോയി വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് തിരിച്ച് വന്ന് പിന്നെ അവർ തുടങ്ങുന്നത് ഈ ഫസ്റ്റ് അഡ്മിഷനുള്ള പോലെ തന്നെ. അപ്പോഴത്തേക്ക് ഓൾറെഡി കുറേ മാസം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സ്കൂൾ പ്രോഗ്രാം, ആർട്സുകൾ, പിന്നെ മറ്റ് പ്രോഗ്രാംസ്, ഇതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനുള്ളൊരു ഗ്യാപ്പ് അവർക്ക് എന്തില്ല, ഇനഫായിട്ടില്ല. ഒരു ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കുക, അതിനൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് അതൊരു പ്രൊഫഷണലായിട്ട് ചെയ്യാന്നുള്ളൊരു തോട്ടിൽ നിന്നാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ആക്ച്വലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു എഡ്യൂക്കേഷൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഒരു എക്സ്ട്രാ സപ്പോർട്ട് എന്നുള്ളൊരു സംഭവം മാത്രമാണോ, അല്ലെങ്കിൽ ഈ ഒരു ട്യൂഷന് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ? ഈ CBSEൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാം ശരിക്കും, NCERT ഫോളോ ചെയ്യുന്ന ബുക്കാണ്. NCERT ആണല്ലോ അവർ ഫോളോ ചെയ്യുന്നത്. അവർ എക്സാമിന് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസും ഈ സ്കൂൾ പഠിപ്പിക്കുന്ന ഈ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും തമ്മിൽ നമുക്കൊരു ബന്ധം വളരെ കുറവാന്ന് പറയാം. കാരണം NCERT അവർ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് നല്ല ഇപ്പോൾ ഈ ഇയറിൽ അവർ എന്താക്കിയിട്ടുണ്ട്, എക്സാം പാറ്റേൺ മാറ്റിയിട്ടുണ്ട്, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. ഇതിന് മുമ്പ് തന്നെ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് വേണം, ഈ ഇതുമായി ബന്ധപ്പെട്ട് അപ്ലിക്കേഷൻ ലെവൽസിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് വേണം. അങ്ങനത്തെ കുറേ പുറത്തുള്ള സപ്പോർട്ട് എന്തായാലും അവർക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12th 10th 11th 12th ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികൾക്ക്, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകണം. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമുക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോകാനുള്ള ഒരു കോച്ചിങ്ങിലേക്ക് ലേണിഫൈക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? തീർച്ചയായും നമ്മൾ ഇതിൻ്റെ പുറമെ JEE നീറ്റിൻ്റെ സപ്പോർട്ട് കൂടി കൊടുക്കുന്നുണ്ട്. അതിനുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിലേക്കുള്ള ഒരു സ്റ്റെപ്പിൻ പ്രോസസ്, അതിന് ഫുള്ളായിട്ടല്ല, JEEൻ്റെ ഫുൾ നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. അപ്പം നിലവിൽ അവർക്കുള്ള ഒരു ബേസിക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മളെ റിസൾട്ട്? ഇപ്പോൾ എത്ര വർഷമായി ഇപ്പം നമ്മളിപ്പം മൊത്തത്തിൽ ആസ് എ കമ്പനി രജിസ്റ്റർ ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2021 ഇപ്പോൾ 5 ഇയേഴ്സ്. റിസൾട്ടൊക്കെ എങ്ങനെയാണ് കുട്ടികളെ? നല്ല റിസൾട്ടാണ്, നല്ല അഭിപ്രായമാണ്. നമ്മൾ പരസ്യങ്ങൾ അധികം കാണില്ല, നമുക്ക് മൊത്തം മൗത്ത് പബ്ലിസിറ്റിയാണ്. നമ്മൾ പരസ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വർഷമാണ് കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ ഈ സ്റ്റുഡൻസ്, പേരൻസ്, അവരെ സിബ്ലിങ്സ്, അവരെ സർക്കിളിലുള്ള ഫ്രണ്ട്സ്,
അതിങ്ങനെ വരിക ചെയ്യാം. ഓക്കെ. അപ്പോൾ ബഹ്റൈനിൽ ഇപ്പം നമ്മൾ പ്രവാസികൾ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നമാണ്, പിന്നെ ഇവിടെ പല കുട്ടികളും സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് തന്നെ അതൊരു ഷോക്കിംഗ് ആണ്. ഇവിടെ പല രക്ഷിതാക്കളും കുട്ടികൾ ആയിട്ട് ഇവിടെ താമസിക്കുമ്പോൾ ചിലപ്പോൾ വിസിറ്റ് വിസയിലായിരിക്കും, പിന്നെ അല്ലെങ്കിൽ ചെറിയ ലോ ഇൻകം നിൽക്കുന്ന ആളുകളായിരിക്കും, പക്ഷെ അവർ സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നിങ്ങൾ ഇപ്പം പിന്നെ തീർച്ചയായും നമ്മൾ അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. നോട്ട് ഓൺലി ഇന്ത്യൻസ്, ഈ ശ്രീലങ്കൻ സ്റ്റുഡൻസ്, ബംഗ്ലാദേശി സ്റ്റുഡൻസ്, പാകിസ്ഥാനി സ്റ്റുഡൻസ്, ഇന്ത്യൻ സ്റ്റുഡൻസ്, നമ്മൾ കുറച്ച് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അധികം കാണുന്നത് കൊണ്ടായിരിക്കും ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് വരാറുണ്ട് ഇങ്ങനെ സ്കൂൾ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വിസിറ്റ് വിസയിലാണ്, അപ്പോൾ അവരെ എഡ്യൂക്കേഷൻ ഇങ്ങനെ സ്റ്റോപ്പായി കിടക്കുക, അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ നമ്മളടുത്ത് വന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുക ക്ലാസ് കൊടുക്കുക. പിള്ളേർക്ക് കോഴ്സായിട്ടൊന്നും ഇല്ലെങ്കിലും ഈ ബേസിക്കായിട്ട് കിട്ടേണ്ട കുറച്ച് നോളജ് ഉണ്ടാവുമല്ലോ, ആ ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടി എന്ത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയുന്നത്. അങ്ങനെ ഇയർ പോയ കുറേ കുട്ടികളുണ്ട്. ഒരു വർഷം ഇവിടെ നിന്ന് 2 വർഷം ഇവിടെ നിന്ന് അഡ്മിഷൻ ട്രൈ ചെയ്യും. അപ്പോൾ അഡ്മിഷൻ കിട്ടില്ല, അല്ലെങ്കിൽ വിസിറ്റ് വിസയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫാമിലി ഒന്നിച്ച് നിൽക്കണമല്ലോ, അപ്പോൾ ഫാമിലിനൊക്കെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കളെയും കൊണ്ടുവരണം. അപ്പോൾ അവർക്ക് എന്ത് പറ്റില്ല, വിസിറ്റ് വിസയിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഈ സംരംഭം തുടങ്ങിയത്, ലേണിഫൈയുടെ ഭാഗമായിട്ട്. സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് അപ്പോൾ ലേണിഫൈയിൽ ഇപ്പം എന്ത് ക്ലാസ്സുകളാണ് അവർക്ക് ഓഫർ ചെയ്യുന്നത്? നമ്മൾ പിന്നെ ഓൾറെഡി ഈ ദുബായിലുള്ളൊരു ടീമുണ്ട്, എജ്യൂപ്രോ എന്നിട്ടുള്ള, അവരുമായിട്ട് ടൈപ്പായിട്ട് നാട്ടിലുള്ള 2-3 CBSE സ്കൂളായിട്ട് ലിങ്കായിട്ട് അവരെ ഒരു അക്കാദമിക് കരിക്കുലം, ഒരു ലേണിംഗ് സെൻറ്റർ എന്നുള്ള രീതിയിൽ അവരെ കരിക്കുലം ഫോളോ ചെയ്തിട്ട് നമ്മളിപ്പം ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ മറ്റ് സപ്പോർട്ടൊക്കെ അവിടുന്ന് കിട്ടും, സ്കൂളിൽ നിന്ന് കാര്യത്തിൽ അവിടുന്ന് കിട്ടിക്കോളും. ഓക്കെ. അപ്പോൾ ഒരു ഇയർ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല കുട്ടികൾക്ക്? ഉണ്ടാവില്ല. ലേണിഫൈയിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്? ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയറാണ്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ തന്നെ മാത്സാണ് ഇഷ്ടം. ഞാൻ കൈകാര്യം ചെയ്ത മാത്സ് ആണ്. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ നമ്മൾ ഫോക്കസ് മാത്സ്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ അക്കൗണ്ടൻസി, പിന്നെ അപ്ലൈഡ് മാത്സ്, ഈ സബ്ജക്റ്റുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ചെറിയ കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂൾ സബ്ജക്റ്റുകളാകുമ്പോൾ എല്ലാ വിഷയങ്ങളും തീർച്ചയായും ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് ഓൺലൈനിൽ ക്ലാസ്സുകളാണോ അല്ലെങ്കിൽ ഓഫ്ലൈനാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഓൺലൈൻ ക്ലാസ് പിന്നെ 2 ടൈപ്പ് കുട്ടികളുണ്ട്, 2-3 ടൈപ്പ് പറയാം. അപ്പോൾ ഒരു ടൈപ്പ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരിരുന്ന് പഠിക്കും, അവരിരുന്ന് ഗൈഡുകൾ വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് തയ്യാറാക്കിയിട്ട് അവരുടെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സിൽ നമുക്കങ്ങനെ കുറച്ച് പിള്ളേരുണ്ട്. അവർ ജസ്റ്റ് ചിലപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ വരും, അല്ലെങ്കിൽ അവർ തന്നെ ക്വസ്റ്റ്യൻ അയച്ചു തരും, ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ വരും. അല്ലാതെ നമ്മളോട് ഇപ്പം ഓൺലൈൻ ക്ലാസ് ആയിട്ട് കൊടുക്കുമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. കാരണം അത് ഒരു റിസൾട്ട് ഇല്ല. ഈ കുട്ടികൾ അവരെ വിചാരിക്കും, ഈ കാണുന്ന കുട്ടികൾ വിചാരിക്കും അവർ പഠിച്ചു എന്ന്. ഇപ്പോൾ എക്സാം ഇപ്പം പുതിയൊരു ഈ ആഫ്റ്റർ കൊറോണയിൽ പുതിയൊരു വിഷയം വരുന്ന വെച്ചാൽ ഈ കുട്ടികൾ ഇപ്പോൾ എക്സാമിൻ്റെ തലേന്ന് അവർക്കിപ്പോൾ ഒരു ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ വീഡിയോ ഇങ്ങനെ കാണും. മാത്സ് സയൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ക്ലാസ് ഇങ്ങനെ കേട്ട് ഇവർ വിചാരിക്കും അണ്ടർസ്റ്റുഡ്. ആ ഒരു തോട്ടിൽ അവരെന്ത് ചെയ്യും, എക്സാം എളുപ്പവും ഇപ്പോൾ എക്സാമിൽ എഴുതാൻ പറ്റില്ല. നമ്മളോട് പിള്ളേർ പറയുന്ന വിഷയമാണ്, സാർ എനിക്കെല്ലാം അറിയാം പക്ഷെ എനിക്ക് എക്സാമിൽ എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ചോദിച്ചു നോക്കുമ്പോൾ ഇതാണ് പ്രശ്നം. ഓൺലൈൻ ക്ലാസ് എന്നുള്ളൊരു രീതി ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഓൺലൈൻ ക്ലാസ് അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. അതേസമയം ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, അവർ ഈ നല്ലപോലെ പഠിച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഓൺലൈനിൽ വരുന്നത്, അത് പിന്നെയും ഓക്കെയാണ്. മറ്റേത് കാര്യമില്ല. സപ്പോർട്ട് അല്ലെങ്കിൽ എഡ്ടെക് കമ്പനീസ്, ഈ സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് ഉള്ളൊരു സമയമാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ, എഡ്യൂക്കേഷൻ സെക്ടറിൽ.
അപ്പോൾ ഇതൊരു ട്യൂഷൻ പിന്നെ എക്സ്പാറ്റ്സ് ഒരു ബഹ്റൈനിൽ ഇതൊരു ഇങ്ങനത്തെ ഒരു ബിസിനസ് ഒരു പിന്നെ എക്കോസിസ്റ്റത്തിലേക്ക് ഇങ്ങനെ ഒരാൾ പിന്നെ ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് വരുന്നവരോട് പിന്നെ പറയാനുള്ള എന്താണ്? ഇത് ഇപ്പം നമ്മളിവിടെ പല ആളുകളും ഇപ്പോൾ ഫ്രീലാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ആക്ച്വലി റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലേ? തീർച്ചയായും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അതൊരു പിന്നെ ഇവിടെ ബഹ്റൈനിൽ പൊതുവെ മറ്റ് ഗൾഫ് കൺട്രീസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്രീഡം എനിക്ക് ഫീൽ ചെയ്ത സ്ഥലമാണ്. പക്ഷേ റിസ്ക് ഫാക്ടേഴ്സ് 100% റിസ്ക്കാണ്. ഈ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇൻ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെയും ബൾക്കായിട്ടൊക്കെ എടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം അത് ഇല്ലീഗലാണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടും ഇങ്ങനെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവും. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അതൊരു വലിയ പ്രശ്നമാവും. അതാണ് അതിൻ്റെ റിസ്ക് ഫാക്ടർ വരുന്നത്. 1 മിനിറ്റ്, അതിൻ്റെ ഇടയിൽ പറഞ്ഞ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ. പക്ഷേ ഇപ്പം ഒരു ട്യൂഷൻ അല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് റൺ ചെയ്യണത്. അപ്പം അതെന്ത് പറ്റി മറ്റേ അതിൽ നിന്നുള്ള ഒരു ട്രാൻസിഷൻ? ഇപ്പോൾ എന്താ പറയുക, എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മാത്സ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ പ്രോബ്ലം ആയിരിക്കും സബ്ജക്റ്റുകൾ. ഉദാഹരണത്തിന് ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഈ DSS എന്ന സബ്ജക്റ്റ്, DCS, അതായത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ, ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ക്ലാസ്സിൽ പിന്നെ ഞാനും 1-2 പിള്ളേരെ പാസ്സാവും. അതേസമയം വേറെ കുറച്ച് സബ്ജക്റ്റ് ഉണ്ട്, പ്യുവർലി തിയറി ആയിട്ടുള്ള ഈ ജിയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഞാൻ മാത്രമേ ഫെയിലാവും. അങ്ങനെ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്, പഠിപ്പിക്കാനും ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ട്യൂഷൻ സെൻ്റർ ആയിരുന്നു. അത് പിന്നെ ഒരു എന്താ പറയുക, വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടും. പിന്നെ അതിൻ്റെ പുറമേ കുറച്ച് നമ്മൾ ആവശ്യത്തിന് വേണ്ടി പൈസ കണ്ടെത്താൻ വേണ്ടി അവിടെ ട്യൂഷന് പോകാറുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, സിവിൽ എഞ്ചിനീയറായിട്ട് 2 വർഷം നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പാരലായിട്ട് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ഒരു 2 തോണിയിൽ കാലിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഹാർഡ് ചോയ്സാണ്. ഇവിടെ വന്നേരം എനിക്കൊരു ഓഫർ കിട്ടിയിരുന്നു ഒരു സിവിൽ എഞ്ചിനീയർ വർക്കിന്. അപ്പോൾ അതിൽ പോകണോ അതോ ഉപ്പാൻ്റെ ഒപ്പം കൂടിയിട്ട് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു അങ്ങനെ പോകണോ എന്നുള്ളത് അതൊരു എന്താ പറയുക, കുറച്ചൊരു ആലോചിച്ച് പിന്നെ ഇതിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്താണ്. അങ്ങനെ ഈ ഫീൽഡിലായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ പാഷൻ്റെ കാര്യം പറഞ്ഞു. പാഷനിൽ ഇപ്പം ഇതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെ, സപ്പോർട്ട് സിസ്റ്റം, ടീച്ചിങ്, വേറെ എന്തൊക്കെയാണ് പാഷനിലെ? പാഷൻ ജോലി എന്നുള്ള ഇതിൽ ഞാനൊരു ജോലിയായിട്ട് കണ്ടിട്ടില്ല. കാരണം എനിക്ക് എന്നെക്കാളും എൻ്റെ ഉപ്പയാണ് ശരിക്കും. പിന്നെ ഉപ്പയാണ് എനിക്ക് മാതൃകയിൽ. കാരണം ഉപ്പാൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഉപ്പാക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാക്ക് ഇപ്പം ക്ലാസ്സില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഉപ്പാക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ. അപ്പോൾ എനിക്ക് അതൊരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വേറെ എന്തെല്ലാം ഉള്ളത് വെച്ചാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ജോലി എന്നുള്ള ഇതിൽ അല്ലെങ്കിൽ നമ്മളൊരു വരുമാനം അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഇതിൽ തന്നെയാണ് എനിക്ക് ആലോചിച്ചിട്ടുള്ളൂ. വേറെ എങ്ങനെ പിന്നെ എനിക്കിതൊക്കെ ഇഷ്ടമാണ്, IT റിലേറ്റഡ്. ഈ ഇതില്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ലേണിഫൈൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, learnify.bh, ആ വെബ്സൈറ്റൊക്കെ ഞാൻ തന്നെ ഇരുന്ന് ചെയ്തതാണ്. അങ്ങനത്തെ കുറച്ച് ഈ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ താല്പര്യമാണ്. കുട്ടികൾക്ക് ഇപ്പം ട്യൂഷൻ അത്യാവശ്യമാണോ? ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ലേണിഫൈയിലേക്ക് വരണമെന്ന് ഞാൻ പറയില്ല. കുട്ടികളെ 7ാം ക്ലാസ് മുതൽ മിനിമം 7th മുതൽ അവരെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. പാരൻസിന് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു സംശയം, കുട്ടികളെ ഏത് സിലബസിലേക്ക് വിടണം കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ബ്രിട്ടീഷ് സിലബസ് ആണോ, ഇന്ത്യൻ സിലബസ് ആണോ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ കുട്ടികളെ അനലൈസ് ചെയ്യുന്നത്. എനിക്കൊന്നും ലോജിക്കൽ റീസണിങ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സിലബസിൽ പിന്നെ പോകുന്ന കുട്ടികൾ. അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഈ 10th ലെവലിൽ എത്തുമ്പം കാണാൻ പറ്റുന്നുണ്ടോ ഈ 2 കുട്ടികൾ? പിന്നെ അതായത് നമ്മളെ ഫ്യൂച്ചർ പ്ലാൻസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാന് ഇന്ത്യയിലാണ് ഹയർ സ്റ്റഡീസ്, ഡിഗ്രി ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യയിലാണ് ഫോക്കസും ചെയ്യുന്നതെങ്കിൽ ബെറ്റർ ടു സ്റ്റിക്ക് വിത്ത് CBSE ആണ്. അതേസമയം UK, യൂറോപ്പ്, UK അല്ലെങ്കിൽ US അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇവിടെ GCC തന്നെ പഠിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് IGCSE. പക്ഷേ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്. IGCSE ഫീസ് ഭയങ്കര ഹൈ ആണ് ആസ് കമ്പയർ ടു ഇന്ത്യൻ CBSE കമ്പയർഡ്. ഓക്കെ. പിന്നെ ഇതിൽ ഈ എന്ത് സ്ട്രീം എടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് പിന്നെ വരുന്നത്. ഇപ്പോൾ CBSE പിള്ളേരാണെങ്കിൽ തന്നെയും 10th കഴിഞ്ഞാൽ കൊമേഴ്സ്,
സയൻസ്, ഹ്യൂമാനിറ്റീസ്. സയൻസ് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 5-6 ഓപ്ഷൻസ് ഉണ്ട്. വിത്തൗട്ട് മാത്സ്, വിത്തൗട്ട് ബയോളജി, ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ മാത്സും ബയോളജി ഉള്ള സയൻസ്, പിന്നെ AI ഉള്ള സയൻസ്, അതിന് ബയോളജി ഉണ്ടാവില്ല, പിന്നെ ഈ കമ്പ്യൂട്ടർ അങ്ങനെ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 5-6 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കൊമേഴ്സ്, പിന്നെ ഹ്യൂമാനിറ്റീസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതിലേക്ക് പിള്ളേരെ വിടണമെന്ന് വെച്ചാൽ ഞാനിപ്പം പറയാം പിള്ളേരോട് ചോദിക്കണം. കാരണം പിള്ളേരോട് ചോദിക്കാതെ ഡയറക്റ്റ് ചോദിക്കല്ല. ഡയറക്റ്റ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ അവരെ ഫ്രണ്ട്സിനോട് ചോദിക്കും ഇത് എളുപ്പമാണോ, ഇത് ഈസിയാണോ. അപ്പോൾ അവർ പറയും ഹ്യൂമാനിറ്റീസ് ഈസിയാണ്, അതെടുത്തോ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതിന് പകരം ഈ പിന്നെ അവരുടെ ഒരു സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതിന് എക്സ്പേർട്സുകളുണ്ട്. അവരെ കോൺടാക്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് ചെയ്താൽ അവർക്ക് ഏത് ഫീൽഡിലോട്ടാണോ താല്പര്യം ആ ഫീൽഡിലോട്ടേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിന് ഫോളോ ചെയ്യുന്നത് നല്ലത്. ഈ ചിലപ്പോൾ നമ്മൾ ഈ പാരൻസിനൊക്കെ ചെറുപ്പത്തിലേ ഒരു ആഗ്രഹം ഉണ്ടാവും, പഠിപ്പിച്ച് ഡോക്ടറാക്കണം, പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ പുഷ് ചെയ്യുന്നതിന് പകരം ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ അവരുടെ ഒരു താല്പര്യത്തിലോട്ട് വിടുക എന്നുള്ളതാണ്. പക്ഷേ ഫുള്ളായിട്ട് ഒരു കൺട്രോൾഡായിട്ട് വിടുക എന്നുള്ളതാണ് ഞാനിപ്പോൾ. അതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉപ്പാൻ്റെ ആഗ്രഹമായിരിക്കും നിങ്ങളൊരു പക്ഷേ എഞ്ചിനീയർ ആക്കുക എന്നുള്ളത്. അതെ, പക്ഷെ എഞ്ചിനീയർ ആക്കിയിട്ട് ഇപ്പോൾ അല്ല, ഉപ്പ എന്നോട് പിന്നെ ബിടെക് എടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ബിടെക് എടുക്കുന്നോ, ഇങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ താല്പര്യം ബിടെക്കിൽ. ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ പക്ഷേ എൻ്റെ 10ാം ക്ലാസ്സിലൊരു മാഷുണ്ട്, പേര് നസീറല്ല, പേര് മറന്നു, എനിക്ക് പേര് പെട്ടെന്ന് മറന്നു. മൂപ്പര് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് +1 എടുത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വീട്ടിലേക്ക്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു ദിവസം പനിയായിട്ട് സ്കൂൾ ലീവായിട്ട് എന്നെ വീട്ടിലൊന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മിസ്സായ പോർഷൻസ് അത്രയ്ക്ക് കാര്യമായിരുന്നു, അത്രയ്ക്ക് ഭയങ്കര കാര്യമായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. മാത്സ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാത്സ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും മുപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ, കമ്പ്യൂട്ടർ സയൻസ് എടുത്തോ, പക്ഷേ കമ്പ്യൂട്ടർ ഫീൽഡിലോട്ട് പോരുത്, നല്ല പൈസ ഉണ്ടാക്കുക, പക്ഷേ ഭയങ്കര ബിസി ആയിരിക്കും ലൈഫ്. അങ്ങനെ അങ്ങനെ കുറേ പറഞ്ഞിരുന്നു. പിന്നെ +2 കഴിഞ്ഞാലോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക എന്നുള്ളത് പറഞ്ഞപ്പോൾ ഉപ്പാൻ്റെ ഒരു സജഷൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കേണ്ട, സിവിലോ മെക്കാനിക്കലോ അങ്ങനെ എന്തെങ്കിലും എടുത്തോന്നായിരുന്നു. അങ്ങനെ അത് തന്നെ എടുത്താൽ മതി എന്നല്ല, ഒരു സജഷൻ. പിന്നെ നമ്മൾ പാരൻസിൻ്റെ ആഗ്രഹവും പിന്നെ എനിക്ക് എന്തായാലും ഓക്കെ എന്നുള്ളതും കൊണ്ടും സിവിലിലേക്ക് പോയതാണ്.